വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് മാംഗോ, ബനാന ആൻഡ് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മാംഗോയുടെയും ബനാനയുടെയും ജാക്ക് ഫ്രൂട്ടിന്റെയും ഫ്ലവേഴ്സും ഫ്രൂട്ട്സിന്റെയും ഡിഫറൻസസ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു കോളം വരയ്ക്കണം. പ്ലാന്റ്സ്, മാംഗോ, ബനാന, ജാക്ക് ഫ്രൂട്ട് അല്ലേ? ഇനി എന്തൊക്കെയാണ് നിങ്ങളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്ലവറും ഫ്രൂട്ടുമാണ് അല്ലെ? ഫ്ലവേഴ്സും ഫ്രൂട്ടും ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിലെയും ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും ഡിഫറൻസസ് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ഫ്ലവർ മാംഗോ ആണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. മാംഗോയില് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഈച്ച് ഫ്ലവർ ഓഫ് ഇൻഫ്ലോറസൻസ് ടേൺസ് ഇൻ ടു എ ഫ്രൂട്ട്. ഓരോ ഫ്ലവേഴ്സിന്റെയും ഇൻഫ്ലോറസൻസ് എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി ബനാനയില് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഈച്ച് ഫ്ലവർ ഓഫ് ഇൻഫ്ലോറസൻസ് ടേൺസ് ഇൻ ടു എ ഫ്രൂട്ട് അല്ലെ? ഓരോ ഫ്ലവറിന്റെയും ഇൻഫ്ലോറസൻസും എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഫ്രൂട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് ജാക്ക് ഫ്രൂട്ട് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻഡ് ഇൻഫ്ലോറസൻസ് ആർ കമ്പൈൻഡ് ടുഗദർ ഇൻ ടു എ സിംഗിൾ ഫ്രൂട്ട്. ഇതിലെങ്ങനെയാണ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത്? ഇൻഫ്ലോറസൻസ് ഒരുമിച്ച് കൂടിയിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജാക്ക് ഫ്രൂട്ടിന്റെ സീഡ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. അപ്പൊ യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണും അല്ലെ? അപ്പൊ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒന്നെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ മൂന്നിന്റെയും ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ കണ്ടു. ഇനി ഫ്രൂട്ട് മാംഗോ സിമ്പിൾ ഫ്രൂട്ട് ആണ്. രണ്ടാമത്തത് ബനാന എന്താണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ്. പാർത്തനോകാർപ്പിക് എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് ഫ്രൂട്ട്, അതായത് സീഡ് ഇല്ലാത്ത ഫ്രൂട്ട് ആണ്. ഇനി ജാക്ക് ഫ്രൂട്ടിന്റെ പ്രത്യേകത, ഫ്രൂട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോക്കനട്ട് ഈസ് നോട്ട് ട്രൂ? ഇതിൽ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. ഇതില് കോക്കനട്ടിന് ഇതിന് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോക്കനട്ടുമായി ബന്ധപ്പെടാത്തത്, നോട്ട് ട്രൂ, ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ്. ഇത് മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അത് ശരിയാണ്. കോക്കനട്ടിന്റെ കാര്യത്തിൽ ശരിയാണ്. കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. കോക്കനട്ടിന് എന്താണ്? സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കോക്കനട്ട് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്. കോക്കനട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സിൽ നിന്ന് കോക്കനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ശരിയാണ്. നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പ്രസന്റ് ആണെന്ന് പറയുന്നതാണ് നോട്ട് ട്രൂ അല്ലേ? അപ്പൊ നിങ്ങൾ ഡി ആണ് എഴുതേണ്ടത്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ എന്നുള്ളതാണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്, കോക്കനട്ടുമായി ബന്ധപ്പെടാത്തത്, ശരിയല്ലാത്തത്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസന്റ് ഇൻ സെയിം ഫ്ലവർ ആണ് ഉത്തരമായി എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഡ്രോ ആൻഡ് മാച്ച് കറക്റ്റ് വൺ. ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് ഏതാണ്? മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന് തന്നെ എന്താണ്? ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്. ദീസ് ഫ്രൂട്ട്സ് കമ്പൈൻ ടു ബി എ സിംഗിൾ ഫ്രൂട്ട്. ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഫോം ചെയ്യും. ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് നിന്ന് ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ്
ഫോം ചെയ്യും. ദീസ് ഫ്രൂട്ട്സ് കമ്പൈൻ ടു ബി എ സിംഗിൾ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്താ സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് മാറും. നെക്സ്റ്റ് സിമ്പിൾ ഫ്രൂട്ട് ആണ്. സിമ്പിൾ ഫ്രൂട്ടിന്റെ എന്താണ് സിംഗിൾ ഫ്രൂട്ട് ഫ്രം സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന് സിംഗിൾ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്, ഇത് മൂന്നും വൃത്തിയായി പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ബേസിക് സയൻസിന്റെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ്സ് അസസ് ഉള്ളത്. ചാപ്റ്റർ 5 അസോസിയേഷൻസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A drink is prepared by mixing salt and sugar to soda water. What are the components of this mixture? മോളി പറഞ്ഞിരിക്കുന്ന മിക്സ്ചറിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ സോഡ വാട്ടർ ആണ്. അപ്പൊ എന്തുണ്ട്? വാട്ടർ ഉണ്ട്, പിന്നെ എന്താണ് സോഡയിലുള്ള സാധനം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും കമ്പോണൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ഡ്രിങ്ക് ഈസ് ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് മിക്സ്ചർ? ഏതാണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 സ്പൂൺ ഓഫ് സോൾട്ട് ഈസ് ആഡഡ് ടു എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ് വാട്ടറിലേക്ക് 1 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നു. ദർ ഈസ് അൺഡിസോൾവ്ഡ് സോൾട്ട് ഇൻ ദ ഗ്ലാസ്. ഗ്ലാസ്സിൽ എന്തായി? അൺഡിസോൾവ്ഡ് ആയി, ഡിസോൾവ് ആയില്ല. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് ഹോമോജീനിയസ് മിക്സ്ചർ? ഇത് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റിർ ദ മിക്സ്ചർ തറൗലി സോ ആസ് ദ സോൾട്ട് ഡിസോൾവ്. സോൾട്ട് ഡിസോൾവ് ആവുന്ന വരെ നമ്മൾ നന്നായി ഇളക്കുക. ഈവൻ ഇഫ് അൺഡിസോൾവ്ഡ് ആഡ് മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്റ്റിർ അഗെയിൻ. എന്നിട്ടും ഡിസോൾവ് ആയില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? കൂടുതൽ വാട്ടർ ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഇളക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയാണ് അത് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെന്റ്, ബ്രോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. എന്തിനെയൊക്കെ കുറിച്ചൊക്കെയാണ്? അയണ്, ബ്രാസ്, ഗോൾഡ് ഓർണമെന്റ്, ബ്രോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. ടിക്ക് ദ കറക്റ്റ് വൺ എമംഗ് ദിസ്. ഇതിനെക്കുറിച്ച് കറക്റ്റ് വണ്ണിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് ടിക്ക് കൊടുക്കണം. ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് ലെസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാൻസും അയണും ബ്രോൺസിനും മെറ്റാലിക് മിക്സ്ചർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ടിക്ക് ഇടണ്ട. ഗോൾഡ് ഓർണമെന്റ് ഈസ് എ മിക്സ്ചർ. അപ്പൊ അതിന് ടിക്ക് കൊടുക്കണം. ഡി, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡും അലൂമിനിയം പ്യുവർ സബ്സ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ്സ് അസസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.